ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ കുട്ടികളെ 5 ദിവസം നിന്നിട്ട് അവരുടെ വീട്ടിൽ പോവേണേ. എനിക്ക് ഭയങ്കര വിഷമമാണത്. അപ്പോൾ എന്നോട് പറഞ്ഞ് നമ്മളെ നമ്മളെ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളും അവരുടെ കൂടെ പോയി. അവിടെ പോയി ഒരുപാട് നേരം സംസാരിച്ചെടുത്തൊക്കെ ഇരുന്ന് നല്ല ജോളിയായിരുന്നു. എൻ്റെ ആങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൊന്ന് പോകണ്ടെന്നൊക്കെ നല്ല നിർബന്ധിച്ചവർ. പക്ഷെ നമുക്കിന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ആങ്ങളെയാണേ, രണ്ടാമത്തെ ആങ്ങള. നമ്മളുണ്ടപ്പനെ കണ്ടോ, സാധനങ്ങൾ വലിച്ച് നിരത്താൻ വേണ്ടിയിട്ടേ അവൻ ഓരോ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഒന്നും കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ നടക്കുന്നത്. അവൻ്റെ വാപ്പായെ 5 ദിവസം കൊണ്ട് കാണാത്തത് കൊണ്ട് കയറിയിരിക്കുന്നുണ്ടോ, താഴെ ഇറങ്ങുന്നേയില്ല. ഭയങ്കര സന്തോഷം. അങ്ങനെ നല്ല നിർബന്ധിച്ച് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഹാരം കഴിച്ചില്ല. നമ്മളെ റിലേറ്റീവ്സിലെ ഒരു കല്യാണം ഞായറാഴ്ച ഉണ്ടായിരുന്നു. നമ്മൾ അതും ഇന്ന് പോയി അവരുടെ മുമ്പിൽ പോയി തലയെല്ലാം കാണിച്ച് ഇനി നമുക്ക് ഞായറാഴ്ച പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെയും പോയിട്ട് വന്ന് നല്ല നിർബന്ധിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകുമെന്ന്. നമ്മൾ അവിടെയും ആഹാരം കഴിച്ചില്ല, ഇവിടെ നിന്നും ആഹാരം കഴിച്ചില്ല. കാരണം ആഹാരമൊക്കെ കഴിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിരിക്കുമ്പോഴേ നമുക്ക് പോകാൻ തോന്നില്ല. ഭയങ്കര മഴയായിരുന്നേ വെളിയിൽ. ലൈറ്റായിട്ട് മഴ ഒന്ന് തുള്ളി എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴും പറഞ്ഞു വേണ്ട, നാളെ രാവിലെ പോകാമെന്ന്. കേൾക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് 3 പേരുമായിട്ട് എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഭയങ്കര മാർത്താണ്ഡമൊക്കെ ഭയങ്കര മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾ നനഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിലും അത്ര നനഞ്ഞില്ല. അപ്പോഴും എൻ്റെ ദീനിക്കുട്ടിക്ക് ഐസ്ക്രീം ഈ തണുപ്പിലും. പിന്നെ ദീനിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് വന്നു. ബൈ ഫ്രണ്ട്സ്.